ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ എൻ്റെ മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഞാനാണ് ഈ പോട്ട് കളർ ചെയ്തതും പടം വരച്ചതൊക്കെ അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മണി പ്ലാന്റ് ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ഇന്നത്തെ റിവിഷൻ എന്ന് പറയുന്നത് മാത്സ് ആക്കാമെന്ന് കരുതി. അപ്പോൾ കേരള ഹിസ്റ്ററിയും ഭൂമിശാസ്ത്രം ഒക്കെ പഠിച്ച് ഒന്ന് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജിൻ സാറിൻ്റെ മാത്സ് നോട്ടെല്ലാം ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്, ഒരു ഇൻഡെക്സ് പോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ബുക്കിനകത്തുള്ളതെന്ന്. ഒരുപാട് മുമ്പ് എഴുതി തയ്യാറാക്കിയ ബുക്കാണ്, യൂട്യൂബിലെ വീഡിയോസ് കണ്ട്. അപ്പോൾ ഓരോ എക്സാമിനും എനിക്കിതൊരു റിവിഷൻ പോലെയാണ്. അതെനിക്ക് എക്സാമിന് മാത്സിന് മാർക്ക് കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ്സുമാണ്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും സിലബസും കൂടി കയ്യിലെടുത്ത് വയ്ക്കാമെന്ന് കരുതി. ഏതൊക്കെ പോർഷൻസാണ്, ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്യുന്നൊരു പോർഷനാണ് IT. മിക്ക പരീക്ഷയ്ക്കും ഞാൻ IT സ്കിപ്പ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ സ്കിപ്പ് ചെയ്താലും ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് അറിയാവുന്നത് വന്നിട്ടുണ്ട്, മാർക്കും കിട്ടിയിട്ടുണ്ട് അതിന്. അപ്പോൾ സിലബസ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഇതുവരെയും പഠിക്കാതിരിക്കുന്നവരോ എല്ലാ റിവിഷനും ഒന്ന് കവർ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിലും സിലബസിൽ ഏതൊക്കെ പോർഷൻസ് ഉണ്ടെന്നെങ്കിലും നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മാത്രം വീഡിയോ ക്ലാസ്സുകൾ കേൾക്കുക ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സിലബസിലെ പോർഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഇംഗ്ലീഷ് നോട്ടാണ്. ഇതെല്ലാം ഞാൻ റിവിഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം സൈലത്തിൻ്റെയാണ്, ഫാരിസ് സാറിൻ്റെ നോട്ടാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഫാരിസ് സാറിൻ്റെ മാത്സ് പഠിത്തമാണ് എന്നെ ഒരുപാട് മുന്നിലേക്ക് എത്തിച്ചത്. ഇത് ഗുർവി മാമിൻ്റെ മലയാളമാണ്, സൈലത്തിൻ്റെതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളൊരു ആപ്പ് അത് പർച്ചേസ് ചെയ്ത് പഠിക്കുക. ഇന്ന ആപ്പ് ബെറ്റർ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം ചില ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്താൽ അതിൻ്റെ ഫൈനലിലേക്ക് എത്തുമ്പോൾ അവർക്കത് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുള്ളി അവരൊരു ഫിനിഷ് ചെയ്ത് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന ആപ്പ് നല്ലതാണ് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലൊരു ഉചിതമായ ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ആപ്പിൻ്റെ പേര് ഇന്നതെടുക്കുമെന്ന് പറയാത്തത്. അപ്പോൾ നോട്ട് എഴുതി നമ്മൾ യൂട്യൂബ് ക്ലാസ് കണ്ട് ആര് വീഡിയോസ് ആയിക്കോട്ടെ യൂട്യൂബ് ക്ലാസ് കണ്ട് നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് അത് യൂസ്ഫുള്ളാണ്. ഒരു ആപ്പ് എടുത്ത് പഠിക്കുന്നത് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ബെറ്ററാണ്. അപ്പം മലയാളത്തിൽ ഞാനിങ്ങനെ നോട്ട് എഴുതി പഠിച്ചതിന് ശേഷം ഇത് വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് കുറച്ച് കൂടാറുണ്ട്. ഇപ്പം ഞാൻ GKക്കാണ് കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നത്, അതെനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് മുന്നിലേക്ക് വരാനുണ്ട്. മെയിനായിട്ട് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ ഇപ്പം ഞാൻ കുറച്ച് ബാക്കിലേക്കാണ്, കാരണം ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറണ്ട് അഫെയറും GKയും മാത്സ് ഇംഗ്ലീഷും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ എക്സാം എത്താറായി. ഇതുപോലത്തെ ഏതെങ്കിലും ഹൈലൈറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാനും പിന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബൊക്കെ തോന്നും. അപ്പോൾ ഇത്തരം പേനകൾ നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമാണെങ്കിൽ വാങ്ങി വയ്ക്കുകയും അണ്ടർലൈൻ ചെയ്താലൊക്കെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ ബൈ.